ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പഴയ ചാനലായ സുദർശനം DR1111 എന്ന ചാനൽ എൻ്റെ മൊബൈൽ സോഫ്റ്റ്വെയർ വൈപ്പായി പോയതുകൊണ്ട് അതിലെന്തോ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് ആ ചാനൽ പോയി. അപ്പോൾ അതിലിടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നിരിക്കാം നമ്മുടെ ചാനൽ. അതുകൊണ്ട് പുതിയൊരു ചാനൽ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നന്ദനം ഹീലിംഗ് ലൈഫ് എന്നുള്ളൊരു ചാനൽ. ഒക്ടോബർ 1 മുതൽ അതിൽ വീഡിയോ നമ്മൾ ഇട്ട് തുടങ്ങുകയാണ്. ഇതിൽ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ കറൻറ്റ് ലൈഫുമായിട്ട് ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവണത് എല്ലാവർക്കും ആവണമെന്നില്ല. നമ്മളിത് പേഴ്സണൽ റീഡിംഗ് അല്ല, കുറേ ആളുകളുടെ എനർജി എടുത്തിട്ടാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ 3 കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ റീഡിംഗ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് പെൻഡക്കിളും അൺലൈക്ലി എന്നതും പിന്നെ ചൂസ് ന്യൂ ഡയറക്ഷൻ എന്നുള്ള കാർഡ്. 3 കാർഡ്സാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് പറയണതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടൻ നടക്കുന്നതാണ്. അതായത് സംഭവിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിലെന്തോ ഒരു വിഷമമുണ്ട്, നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൈസയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മാസത്തോടെ എന്നാണ് പറയുന്നത്. അത് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കണം. ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. എങ്കിലേ നിങ്ങൾക്ക് കുറേ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് വരുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അൺലൈക്ലി എന്ന് പറയാൻ നിങ്ങൾ അസാധ്യമായത് ഒന്നുമില്ല എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് സാധിക്കും എന്നാണ് രണ്ടാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. ഇനി ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് മൂന്നാമത്തെ കാർഡ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, കരിയർ എന്നുള്ള രീതിയിൽ. അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം ഒന്ന് മാറ്റി ചിന്തിച്ച് തുടങ്ങുക, അങ്ങനെയൊക്കെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, ആവുന്നവർ മാത്രം എടുക്കുക. താങ്ക്